കാലത്ത് എല്ലാ വീട്ടിലും ഉഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉഷ എവിടെയാണ്? എന്താണ് ഉഷയ്ക്ക് സംഭവിച്ചത്? ആൻഡ് ഫൈനലി ആരാണ് ഉഷ? ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുതരാം. നിങ്ങൾ ഇൻഡസ്ട്രി ഫോളോ ചെയ്യാൻ മറക്കണ്ട. 1936 ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സ്വദേശി തയ്യൽ മെഷീൻ ബ്രാൻഡാണ് ഉഷ. ആൻഡ് അവർ തയ്യൽ മെഷീൻ ജസ്റ്റ് അങ്ങ് വിൽക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, അവർ വീട് വീടാന്തരം ചെന്ന് ലൈവ് ഡെമോ ക്ലാസ്സസും കൊടുത്തിരുന്നു. അധികം വൈകാതെ തന്നെ എല്ലാ വീടുകളിലും ടൈലർ ഷോപ്സിലും ഉഷ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. സ്ത്രീകൾക്ക് ഇത് വെറും ഒരു മെഷീൻ മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ കാലത്തിനനുസരിച്ച് കാര്യങ്ങളും മാറി തുടങ്ങി. ചൈനീസ് ബ്രാൻഡുകൾ ഇന്ത്യൻ മാർക്കറ്റിലെത്തി. അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്നു, പോർട്ടബിളും സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവന്നു, അതും ഉഷയേക്കാൾ അഫോർഡബിൾ പ്രൈസിന്. എന്നാൽ അതേസമയം ഉഷയുടെ തയ്യൽ മെഷീൻ ഹെവി ആയിരുന്നു, എക്സ്പെൻസീവ് ആയിരുന്നു, ഫീച്ചേഴ്സും ബേസിക് ആയിരുന്നു. മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ഉഷ പുതിയ മോഡൽസ് ഒക്കെ ലോഞ്ച് ചെയ്തിരുന്നു. എന്നാലും സമയം വൈകിയിരുന്നു, കോമ്പറ്റീഷൻ പീക്ക് സ്റ്റേജിലെത്തിയിരുന്നു. അതിന്റെ കൂടെ കസ്റ്റമേഴ്സും കുറഞ്ഞു തുടങ്ങിയായിരുന്നു. ഉഷ ഇന്നും തയ്യൽ മെഷീൻസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെയുള്ള ഒരു മാർക്കറ്റ് ഷെയർ ഇല്ല. സോ നിങ്ങൾക്ക് ഉഷയുടെ തയ്യൽ മെഷീൻ ഓർമ്മയുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോ.